പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നിലമ്പൂരിലെ പോളിംഗ് ശതമാനം 70-ൽ കൂടുതലാണ്. നല്ല മഴയായിരുന്നു രാവിലെ മുതൽ. ഉച്ചയ്ക്ക് ശേഷവും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മഴ കാരണം അങ്ങനെയൊന്നും ആളുകൾ ഇറങ്ങിയില്ല. ഉച്ചയ്ക്ക് ശേഷം മഴയൊന്നും വകവയ്ക്കാതെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു മിക്ക ബൂത്തുകളിലും. 6 മണിയായിട്ടും ചില ബൂത്തുകളിലൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഞാൻ ഇവിടെ ഒരു പ്രവചനം നടത്താനും കൂടിയാണ് വന്നിരിക്കുന്നത്. എനിക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഷൗക്കത്ത് തന്നെയാണ് ജയിക്കുക. ഇത് ഞാൻ വെറുതെ എന്താ പറയുക, ഒരു കൺകെട്ട് വിദ്യ പോലെയോ അല്ലെങ്കിൽ കറക്കിക്കുത്തൽ പ്രകാരമോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പൊതുവേ ഉള്ളൊരു നിലമ്പൂരുകാരുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ഇറങ്ങി അല്ലെങ്കിൽ കാട്ടിലൂടെ സഞ്ചരിച്ചൊക്കെ ശേഖരിച്ചതൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ആളുകളെ മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സുകളിൽ നോക്കിയാൽ മതി. പല ചാനലുകളുടെയും കമൻറ്റ് ബോക്സുകളിൽ നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇലക്ഷനിൽ നമ്മളുടെ അൻവറിനോട് മത്സരിച്ച് തോറ്റ വി പ്രകാശ്, അദ്ദേഹം നിയമസഭ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ മരണപ്പെടുകയായിരുന്നു. 2000 സംതിങ് വോട്ടിനാണ് വി അൻവറിനോട് അന്ന് തോറ്റിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു വാർത്ത വന്നപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ വി തോൽക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചു, വിക്കെതിരെ വോട്ട് ചെയ്തവർക്കൊക്കെ ശരിക്കും വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ടാവും. നമ്മൾ എന്തൊക്കെ രാഷ്ട്രീയ ഫിലോസഫികൾ പറഞ്ഞാലും മനുഷ്യരായതിൻ്റെ പേരിൽ, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, അപ്പം അങ്ങനത്തെ ചില വികാരങ്ങൾക്കൊക്കെ നമ്മൾ ശരിക്കും അടിമപ്പെട്ടവരാണ്. സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക, അയ്യോ പാവം പോലത്തെ വികാരങ്ങളൊക്കെ നമ്മളിൽ വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അവസരം നിലമ്പൂരുകാർക്ക് അൻവർ കൊടുത്തു. വിധിയുടെ വിളയാട്ടം അല്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ അന്ന് ജനങ്ങളുടെ ഹൃദയം വിയുടെ പേരിൽ നൊന്തു. ആ ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഈ ഒരു ഇലക്ഷന്. ഷൗക്കത്തിനോടുള്ളൊരു സ്നേഹത്തെക്കാട്ടിലും കൂടുതൽ ആളുകൾ വിയോടുള്ളൊരു സ്നേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഷൗക്കത്തിന് വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മുൻപേ പറയാതിരുന്നത് ഇലക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു മാത്രമായിരുന്നു. മിക്ക കമൻറ്റ് ബോക്സുകളിലും വിയുടെ പേരിൽ ഷൗക്കത്തിനെ ആളുകൾ ചീത്ത പറയുന്നത് കാണാൻ പറ്റി. ആ കമൻറ്റ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ഇടതിൻ്റെ ആൾക്കാരാണെന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു CPM കാരനാണ്, പക്ഷേ എനിക്ക് ഷൗക്കത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാനൊരു കോൺഗ്രസ് കാരനാണ്, നമ്മുടെ സ്വരാജ് ഉറപ്പായിട്ടും ജയിക്കും, ഷൗക്കത്ത് അത്ര നല്ല സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഇങ്ങനെ കമൻ്റ് ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ ഒരു ട്രെൻഡിൻ്റെ പേരിൽ പല കമൻറ്റുകളും കണ്ടു. ഞാനൊരു കോൺഗ്രസ്കാരനാണ്, പക്ഷേ എൻ്റെ വിയെ ചതിച്ച ഷൗക്കത്തിന് ഞാൻ വോട്ട് ചെയ്യില്ല. അതൊരു പേടിയാണ്. CPMക്കാർക്കോ അല്ലെങ്കിൽ ഇടതിനോ ഒക്കെയുള്ളൊരു പേടിയാണ്. വിയുടെ പേരിൽ ഷൗക്കത്ത് അല്ലെങ്കിൽ വിയോടുള്ള സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ ഷൗക്കത്തിൻ്റെ ആളുകൾ വിജയിപ്പിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അതിനെതിരായിട്ടൊരു ജനരോക്ഷം അല്ലെങ്കിൽ ജനവികാരം ഉണ്ടാക്കാൻ CPMൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം നടന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. പിന്നെ പെട്ടി വിവാദമൊന്നും കാര്യമായിട്ട് നിലമ്പൂർ ഇലക്ഷനെ ബാധിച്ചിട്ടില്ല. ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഇലക്ഷനിൽ ശരിക്കും പെട്ടി വിവാദം വോട്ട് കൂടാൻ കാരണമായിട്ടുണ്ട്. ഇവിടെ നിലമ്പൂർ ഇലക്ഷനിൽ
പെട്ടി കുറച്ചൊക്കെ വോട്ട് കൂടാൻ കാരണമാവും, എന്നല്ലാതെ വലിയ രീതിയിൽ ഷൗക്കത്തിന് ഭൂരിപക്ഷം വാങ്ങിക്കൊടുക്കാനൊന്നും പെട്ടി വിവാദത്തിന് സാധിക്കില്ല. ഇവിടെ കാര്യമായിട്ടുള്ളൊരു വികാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് VV എന്ന ഒരു വികാരമാണ്. ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, VVയോട് എന്തൊരു തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ നിലമ്പൂരുകാർക്കുണ്ട്. ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം തിരുത്താനും കൂടിയുള്ളൊരു അവസരമായിട്ട് നിലമ്പൂരുകാർ ഈ ഇലക്ഷനെ കാണും. വൻ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിക്കും. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.